فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. ഇനി ഉമഹിയത്ത് അറുക്കേണ്ടത് എങ്ങനെയാണ്? അറുക്കേണ്ട സമയം ശ്രേഷ്ഠമായ സമയം നമ്മൾ പറഞ്ഞു. പെരുന്നാൾ നമസ്കരിക്കുക, നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി അറുക്കുക. അതിന്റെ മാംസം കൊണ്ട് തന്നെ ഭക്ഷിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ചെറിയ പെരുന്നാളാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇഫ്താർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പെരുന്നാളിന് പോകേണ്ടത്. റസൂലുള്ള കാരക്കയെങ്കിലും കഴിച്ചിട്ടാണ് ചെറിയ പെരുന്നാളിന് പോയത്. വലിയ പെരുന്നാളിന് അങ്ങനെയല്ല. വലിയ പെരുന്നാളിന് നേരത്തെ പള്ളിയിൽ പോകും, നേരത്തെ മുസല്ലേ പോകും, ഈദ്ഗാഹിൽ പോകും, മുസല്ലേ പോയിട്ട് നമസ്കരിക്കും. നമസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അറുക്കും. ആ അറുത്തതിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഭക്ഷിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അറബ് എങ്ങനെയാണ്? അറബിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, മൃഗത്തെ ഖിബ്ലയിലേക്ക് തിരിച്ചു കടത്തണം. അങ്ങനെ തിരിച്ചു കടത്തേണ്ടത് എങ്ങനെയാണ്? ആ മൃഗത്തിന്റെ ഇടതുഭാഗം നിലത്ത് ചേർത്തിട്ടാണ് കടത്തേണ്ടത്. മൃഗത്തിന്റെ ഇടതുകാൽ കൈ പറഞ്ഞതിന് അർത്ഥമല്ല, 4 കാലുകൾക്ക് 4 കാലാണ് ഉണ്ടാകുക. 4 കാലാണ്, 2 കൈയില്ല. മുന്നിൽ 2 കാല്, പിന്നിൽ 2 കാല്, പിന്നിൽ 2 കാല്. ആ 2 കാലുകളിൽ ഒന്ന് ഇടത്, ഒന്ന് വലത്, പിന്നിലും അതുപോലെ ഇടത് വലത്. ഇടതുള്ളത് മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. വലതുകാലുകൾ മുന്നിലെയും പിന്നിലെയും വലതുകാലുകൾ അത് മുകളിലേക്ക് വരുന്ന വിധത്തിൽ. എന്നിട്ട് അതിന്റെ മുഖവും ഈ കാലുകളുമൊക്കെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? അയാളുടെ വലത്തെ കാൽ അറുക്കുന്ന ആള് വലത്തേക്കാൽ അതിന്റെ ഒഴുക്കൽ, അതിന്റെ സിഫാഹിൽ കഴുത്തിങ്ങനെ വെച്ചിട്ട് കഴുത്ത് തടവിയിട്ട് ആ കഴുത്തിന്റെ ഭാഗത്ത് അറുക്കുന്നതിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹം കാല് വെക്കണം. ആ കഴുത്തിന്റെ കാലിന്റെ മുകൾ ഭാഗത്ത്, കാലുവെച്ചിന്റെ മുകളിൽ അതിന്റെ തലഭാഗത്തേക്ക് കത്തിവെക്കാൻ വേണ്ടിയിട്ട് കാലവിടെ വെക്കണം. കാലങ്ങനെ വെച്ചിട്ട് അദ്ദേഹം അറുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ഈ അറവ്, ഈ രക്തം ഇവിടെ ഒഴുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ശർആക്കപ്പെട്ടത് ഇല്ലാ മിൻ അജലി ഇഖാമത്തി ദിക്രില്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്ർ നിലനിർത്താനാണ്. അവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയും എല്ലാവരും തക്ബീർ ചൊല്ലിയിട്ട് അറക്കണം. അങ്ങനെ ഒരു ജമാഇയായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തിൽ തക്ബീർ ചൊല്ലുന്ന ഒരു രീതി അത് തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. അതിലേക്കാൻ വേറെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അറുക്കുന്ന സമയത്ത് മൃഗത്തെ അറുക്കുമ്പോൾ ദിക്റുള്ളതാണെന്ന് പറഞ്ഞാൽ അവിടെ തക്ബീർ ചൊല്ലലാണ്, മുഖയ്യതായ തക്ബീർ. എന്താ ഈ തക്ബീർ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തക്ബീറിന്റെ പ്രശ്നം തീർത്തിട്ട് പോയാൽ മതി. ആയത്തുകളിലെ ഹദീസുകളിലൊക്കെ തക്ബീർ എന്ന് കാണും. എന്താ ഈ തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ പെരുന്നാളിന് തക്ബീർ ചൊല്ലാന്ന് പറയും. ആ പറഞ്ഞാൽ ആ തക്ബീർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇതൊക്കെ തക്ബീറാണ്. മുത്തലഖായ അർത്ഥത്തിൽ ഇതൊക്കെ തക്ബീറാണ്. അള്ളാഹുവിനെ ഒരാൾ സ്മരിക്കുന്ന ശർആക്കപ്പെട്ടിട്ടുള്ള ഏത് വചനവും അള്ളാഹുവിനുള്ള തക്ബീറാണ്. തക്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ വലിപ്പമാണ്. അള്ളാന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഏകത്വമാണ്. കബ്ബറ എന്ന് പറഞ്ഞാൽ തക്ബീർ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. അള്ളാണ് ഏറ്റവും വലിയവെന്ന് പറഞ്ഞാൽ വേറെ ഒരുത്തനും അള്ളാഹുവിനോളം മഹത്വമുള്ള, അള്ളാഹുവിനോളം വലിയവനായി ആരുമേ ഇല്ല എന്നുള്ളതാണ്. അത് അള്ളാഹ് മാത്രമാണ് ഏറ്റവും വലിയവൻ. അത് അള്ളാന്റെ തൗഹീദാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ആ വചനം ഒരാൾ ഉരുവിടുമ്പോൾ അവിടെ ഉയർത്തിപ്പിടിക്കപ്പെടുന്നതായ ആശയം അള്ളാഹുവിന്റെ ഏകത്വമാണ്, അള്ളാന്റെ തൗഹീദാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏകത്വമാകുന്ന തൗഹീദ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പരാമർശിക്കുന്ന അള്ളാഹിനെ കുറിച്ച് നടത്തുന്ന ഏതൊരു പരാമർശവും, ശറഅയിൽ വന്നിട്ടുള്ളതായ ഏതൊരു ദിക്റും ഏതൊരു വചനവും അത് തക്ബീറാണ്. മുത്തലഖാണത്. മുത്തലഖായ തക്ബീർ ഇതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തക്ബീർ ചൊല്ലാന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെല്ലാവരും കൂടെ അങ്ങനെ ചെല്ലി ആ ചെല്ലുന്നോടത്ത് ഞങ്ങൾ കത്തിവെക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. അങ്ങനെ രീതിയില്ല, തെറ്റാണ്. അങ്ങനെ ഈ മുഖയ്യതായ സ്പെസിഫിക്കായ വചനത്തിൽ ഈ പറയുന്ന തക്ബീർ, ഈ പറയുന്ന വാക്കുകളിലുള്ള തക്ബീർ ഉളഹിയത്തറക്കുന്ന സമയത്ത് കത്തിവെക്കുമ്പോ ചൊല്ല, അതും സംഘടിതമായി ചൊല്ല എന്നത് ലം യസ്ബുത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല അൻ സ്വഹാബത്തിൽ കിറാം റളിയല്ലാഹു അൻഹും വല അൻ സലഫിൽ ഉമ്മ. നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ സലഫു സ്വാലിഹുകളുടെ തലമുറകളിലോ ഈ കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. മറിച്ച് തക്ബീറുമാണ് മുത്തലഖായ തക്ബീർ. ആ തക്ബീറിന്റെ വചനം എങ്ങനെയാണ്? ആ തക്ബീറിന്റെ വചനം ഉളഹിയത്തറക്കുന്ന ആളുകൾ അവർക്ക് അറിയില്ലെങ്കിൽ ചൊല്ലിപ്പഠിക്കുന്നതാണ്. ആദ്യം പറയേണ്ടത് കത്തിവെക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര്, വല്ലാഹു അക്ബർ, പിന്നെ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീം ഖലീലിക്. ഇത്രയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ഇനി വേറെ ചില വാക്കുകളിലൂടെ മാറി പറഞ്ഞിട്ടുള്ളതുണ്ട്. ആയിക്കോട്ടെ, റിവായത്തുകളിൽ വന്നിട്ടുള്ള ഏത് പദങ്ങളും ആകാം. പക്ഷേ നമ്മൾ പെരുന്നാൾ ദിവസങ്ങളിൽ ചൊല്ലാവുന്ന തക്ബീർ ഉണ്ടല്ലോ, ആ തക്ബീർ അത് ചൊല്ലുകയോ അല്ലെങ്കിൽ അത് തന്നെയും സംഘടിതമായി ചൊല്ലുകയോ എന്നിട്ട് ഉളഹിയത്തിന്മേൽ കത്തിവെക്കുകയോ ആ മദ്ബൂഹായ മൃഗത്തിന്റെ മുകളിൽ കത്തിവെക്കുകയോ ചെയ്യുന്ന രീതിയില്ല. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലിക്. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാന്റെ പേരിലാണ് ഞാൻ ഈ അറിവ് നടത്തുന്നത്. അള്ളാഹ്ക്ക് വലിയാണ്. അല്ലാഹു അക്ബർ, അള്ളാഹ് ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും മഹാനാണ്. അവന്റെ ഏകത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ഈ മൃഗത്തെ അറുക്കുന്നത് അവനെ സ്മരിക്കാനാണ്, അവന്റെ ഏകത്വം അത് സ്മരിക്കാനാണ്, അവന്റെ ഏകത്വം അത് ഉയർത്തിപ്പിടിക്കാനാണ്, അവന്റെ ഏകത്വം അംഗീകരിച്ച് ജീവിക്കുന്ന അവന് തഅബ്ബുദ് ഉബൂദിയ്യ ലില്ലാഹി ഖാലിസ, അള്ളാഹ്ക്ക് മാത്രമായുള്ള ഉബൂദിയ്യത്ത് അത് സമർപ്പിക്കാനാണ്. എന്നിട്ട് പറയുന്നു അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി, അള്ളാഹുവേ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം എന്നിൽ നിന്നും നീ സ്വീകരിക്കണം. കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലിക്, നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് നീ സ്വീകരിച്ചപ്പോൾ എന്നിൽ നിന്ന് റബ്ബേ ഇത് നീ സ്വീകരിക്കണത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കത്തിവെക്കുന്നത്. ഇത് ഒക്കെ അറിവൊക്കെ കഴിഞ്ഞിട്ട് പിന്നല്ല, ഇത് ശരിക്കിട്ടില്ല. വിചാരിച്ച ആള് ഉദഹിയെ തറക്കാൻ വിചാരിച്ച ആൾ ഇതിന് തോലൊന്നുമില്ല. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലിക്. ഇത് പഠിക്കാൻ ഒരു മൃഗത്തെ വാങ്ങണ ബുദ്ധിമുട്ടൊന്നും അതിലില്ല. ഇതൊരു 4 വട്ടങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനപ്പാടായി അതിന്റെ അർത്ഥത്തോടു കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി അത് ചൊല്ലിയിട്ട് മൃഗത്തെ അതിന്റെ ഇടത്തെ കാലുകൾ നിലത്ത് പതിയുന്ന ഇടത്തെ സൈഡ് നിലത്ത് പതിയുന്ന വിധത്തിൽ കിടത്തി ഇതിലക്ക് നേരെ തിരിച്ചിട്ട് എന്നിട്ട് അതിന്റെ കഴുത്തിൽ വലത് കാല് വെച്ചിട്ട് അങ്ങനെ മൃഗത്തെ കടത്തിയാലുള്ള മെച്ചം. അതാണ് അറിയപ്പെട്ട അറിവ്. അതാണ് വളരെ മൃഗത്തിന് നമ്മൾ കൊല്ലാൻ പോകുന്ന മൃഗത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്ന അറിവ്. അതാണ് മുസ്ലിമീങ്ങളുടെ അറിവ്. അതാണ് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചു പോന്നിട്ടുള്ള പഴയകാല സമുദായങ്ങൾ അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള അറിവ്. ആ അറിവ് അത് നമ്മൾ ചെയ്യണം. അതിന്റെ കഴുത്തിന് കാല് വെച്ചു എന്നിട്ട് ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലിക് എന്ന് പറഞ്ഞിട്ട് കത്തിവെക്കണം. എന്നിട്ട് ശരിക്ക് അതിന്റെ നരമ്പുകൾ, ആ രക്തം ശരിക്ക് പോകാൻ ആവശ്യമായ ആ നരമ്പുകൾ മുറിയുന്ന വിധത്തിൽ അതിനെ നല്ല നിരക്ക് പെട്ടെന്ന് ഇറക്കണം. അറുത്ത് കഴിഞ്ഞാൽ അറിവ് കഴിഞ്ഞ് കത്തി അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വജ്ജഹ്തു വജ്ഹിയ للذي فطر السماوات والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഈ ദുആ കൂടി ചെയ്യാം. ദിക്ർ പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ ഈസിയാണ്, നമുക്കറിയുന്ന കാര്യമാണ്, പഠിക്കാവുന്ന കാര്യമാണ്. അത് ചെയ്യുക. എന്നിട്ടോ അതിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലോ, ആ ഗ്യാപ്പായിട്ട് കിടക്കൂല. അവിടെ ഒരു വിദ്യാർത്ഥി കയറും.
അവിടെ വിദേശത്തായിട്ട് കയറി വന്നത് നമ്മുടെ മുദ്രാവാക്യം വിളിയുടെ സ്റ്റൈലിലുള്ള തെക്കുതീറുകൾ ആ സ്ഥലത്ത് കയറി വന്നു. ബിസ്മില്ലാന്ന് പോലും ചിലര് പറയില്ല, അല്ലാഹു അക്ബർ പറയില്ല, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലി അത് പറയില്ല. അർത്ഥ കഴിഞ്ഞാൽ വവജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്ന ആ ദുആ നമ്മൾ പറയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്.